നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു മനുഷ്യന്റെ ജാതകം തന്നെ മാറിമറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൊട്ടാരത്തിൽ വാണിരുന്ന രാജാവിനെ തെരുവിലേക്ക് തള്ളിവിടാനും തെരുവിൽ അലഞ്ഞിരുന്നവനെ സിംഹാസനത്തിൽ ഇരുത്താനും കാലത്തിന് ഒരൊറ്റ നിമിഷം മതി. കഠിനമായ ദാരിദ്ര്യവും കടബാധ്യതകളും കാരണം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മാനസിക സമനില പോലും തെറ്റുന്ന അവസ്ഥ. മക്കളുടെ കല്യാണം, വീടുപണി, പഠിത്തം, തീരാത്ത ലോൺ അടവുകൾ, അങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ. എന്തിനാണ് ദൈവം എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചു മടുത്തവരോടായി പറയട്ടെ, എല്ലാ ഇരുണ്ട രാത്രികൾക്കും ശേഷം പ്രകാശപൂർണമായ ഒരു പുലരിയുണ്ട്. അങ്ങനെയൊരു അത്ഭുത നിമിഷമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം വളരെ അസാധാരണമായ ഗ്രഹമാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. കാലാകാലങ്ങളായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ദാരിദ്ര്യത്തിന് വിരാമമിട്ട് കോടീശ്വര യോഗത്തിലേക്ക് വഴിതുറക്കുന്ന ഒരു മഹാഭാഗ്യം അഥവാ ചക്രവർത്തി യോഗം ചിലരെ തേടിയെത്തുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അച്ചിട്ടായി തന്നെ സംഭവിച്ചിരിക്കും. വൻ ധനലാഭത്തോടെ ജീവിതം തന്നെ മാറിമറിയാൻ പോകുന്ന ആ 7 ഭാഗ്യനക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്നറിയണ്ടേ? ആ മഹാഭാഗ്യം ആദ്യമായി ചക്രവർത്തി യോഗത്തിന്റെ രൂപത്തിൽ തേടിയെത്തുന്നത് കാർത്തിക നക്ഷത്രക്കാരെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വല്ലാത്തൊരു മാനസിക തകർച്ചയിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്. ആരും സഹായിക്കാനില്ലാതെ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയ അവസ്ഥ. എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ രാശ്യാധിപന്റെ അനുകൂലമായ മാറ്റം കാരണം അപ്രതീക്ഷിതമായ വലിയൊരു ധനലാഭമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു കടബാധ്യത തീർക്കാൻ ഈ സമയത്ത് സാധിക്കും. അതുകൊണ്ട് നടത്തുന്ന ചെറിയൊരു ഭാഗ്യപരീക്ഷണം നിങ്ങളുടെ തലവര തന്നെ മാറ്റിക്കുറിക്കും. ഇനി രണ്ടാമതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും അതിനൊത്ത ഫലം കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലം അവസാനിക്കാറായി എന്ന സൂചനയാണ് ഈ സമയം നൽകുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യമാണ് കടന്നുവരിക. ലോട്ടറി നറുക്കെടുപ്പുകളിലൂടെയോ അപ്രതീക്ഷിത വഴികളിലൂടെയോ വലിയൊരു തുക നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാൻ വളരെ വ്യക്തമായ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനവും ഒപ്പം സാമ്പത്തിക ഭദ്രതയും കൈവരുന്ന ഒരു സുപ്രധാന സമയമാണിത്. ഭയമില്ലാതെ പ്രത്യാശയോടെ മുന്നോട്ടു പോകാം. അടുത്തതായി ഭാഗ്യദേവതയുടെ പ്രത്യേക കടാക്ഷം ലഭിക്കാൻ പോകുന്നത് മകീരം നക്ഷത്രക്കാർക്കാണ്. ഒരുപാട് ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളും മനസ്സിൽ ചുമന്നുകൊണ്ട് അത് നടക്കാത്തതിന്റെ വിഷമത്തിൽ കഴിയുന്നവരാണ് നിങ്ങൾ. എന്നാൽ ആ കാത്തിരിപ്പിന് ഇനി അവസാനമാവുകയാണ്. നിങ്ങളുടെ ഭാഗ്യം പൂർണ്ണമായും മാറിമറിയുന്ന ഒരു സുപ്രധാന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ ഇത്രയും അനുയോജ്യമായ മറ്റൊരു കാലം മുന്നിലില്ല. നിങ്ങളെടുക്കുന്ന ഒരു ചെറിയ ലോട്ടറി ടിക്കറ്റ് പോലും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. തടസ്സപ്പെട്ടുകിടന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നുകിട്ടുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. നാലാമതായി ഈ മഹാഭാഗ്യം തേടിയെത്തുന്നത് പുണർദം നക്ഷത്രക്കാരെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും ഒരു അസ്ഥിരത അനുഭവിച്ചവരാണ് നിങ്ങൾ. കയ്യിലെപ്പോഴും പണത്തിനൊരു ടൈറ്റ് അനുഭവപ്പെടാറുള്ള അവസ്ഥ. എന്നാൽ ഇനി നിങ്ങളുടെ ഗ്രഹസ്ഥിതി പൂർണ്ണമായി മാറിമറിയുകയാണ്. കോടീശ്വര യോഗത്തിന്റെ പൂർണ്ണമായ സ്വാധീനം നിങ്ങളുടെ രാശിയിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങളെ തേടി പണം വന്നുചേരും. ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിവരാൻ 100% സാധ്യതയുള്ള ഒരു സമയമാണിത്. ധൈര്യമായി മുന്നോട്ടു പോയിക്കോളൂ. അടുത്തതായി ഈ മഹാഭാഗ്യവർഷം പെയ്യാൻ പോകുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ്. വലിയ ഉത്തരവാദിത്തങ്ങളും കടങ്ങളും തലയിൽ ഏറ്റുവെച്ചുകൊണ്ട് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികളാണ് നിങ്ങൾ തള്ളിനീക്കിയത്. എന്നാൽ നിങ്ങളുടെ കഠിനമായ പ്രാർത്ഥനകൾ ദൈവം കൈക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യസ്ഥാനം ഇപ്പോൾ ഇതാ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഒരു ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ ബിസിനസ്സിലെ അപ്രതീക്ഷിത ലാഭത്തിലൂടെയോ വലിയൊരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വന്നുചേരാൻ പോവുകയാണ്. അതുകൊണ്ടുതന്നെ ഇനി നിങ്ങൾക്ക് ദാരിദ്ര്യത്തോട് എന്നേക്കുമായി വിട പറയാൻ സാധിക്കും. ആറാമതായി ഈ ലിസ്റ്റിൽ വരുന്നത് ചോതി നക്ഷത്രക്കാരാണ്. മറ്റുള്ളവരെ ഒരുപാട് സഹായിച്ചിട്ട് ഒടുവിൽ സ്വന്തം ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന പാവം മനുഷ്യരാണ് നിങ്ങൾ. നിങ്ങളുടെ ആ നല്ല മനസ്സിന് ദൈവം തരുന്നൊരു സമ്മാനമായിരിക്കും ഇനി വരാൻ പോകുന്ന വലിയൊരു ലോട്ടറി ഭാഗ്യം. അപ്രതീക്ഷിതമായ വലിയൊരു ഭാഗ്യമാണ് ഈ ദൈവാധീനത്തിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. കോടീശ്വര യോഗം രാശിയിൽ തെളിഞ്ഞു നിൽക്കുന്നതിനാൽ നിങ്ങൾ ഏത് ടിക്കറ്റ് എടുത്താലും അതിൽ ഒരു ചെറിയ സമ്മാനമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. ഏഴാമത്തെയും അവസാനത്തെയും നക്ഷത്രമായി ഈ മഹാഭാഗ്യം തേടിയെത്തുന്നത് ഉത്രാടം നക്ഷത്രക്കാരെയാണ്. സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം എന്നൊക്കെ ആഗ്രഹിച്ച് അത് നടക്കാതെ പോയ വലിയൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ചക്രവർത്തി യോഗം ഇതാ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഗ്രഹനില അനുസരിച്ച് ഭാഗ്യയോഗം ഏറ്റവും ഉച്ചസ്ഥായിലാണിപ്പോൾ നിൽക്കുന്നത്. ജീവിത നിലവാരം തന്നെ പാടെ ഉയരുന്ന രീതിയിലുള്ള വലിയൊരു മാറ്റത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കടങ്ങൾ മാറി സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഈ സമയം പ്രത്യാശയോടെ കാണുക. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ 7 നക്ഷത്രക്കാർക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ കോടീശ്വര യോഗമാണ് കാണുന്നത്. കഷ്ടപ്പാടുകളുടെ നടുവിലും ഒരു ചെറിയ ഭാഗ്യപരീക്ഷണം നടത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കരുത്. ഭാഗ്യം തുണച്ചാൽ കോടികളായിരിക്കും കൈകളിൽ വന്നുചേരുക. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ജാതകത്തിൽ യോഗമുണ്ട് എന്ന് കരുതി കഠിനാധ്വാനം ചെയ്യാൻ മടിക്കരുത്.
അധ്വാനിക്കുന്നവർക്കൊപ്പമേ ഭാഗ്യദേവത സഞ്ചരിക്കൂ. ഈശ്വരവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ടു പോയാൽ കഷ്ടപ്പാടുകൾ തീർച്ചയായും മാറിവരും. നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വരും ദിവസങ്ങളിൽ വലിയൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ ഇപ്പോഴത്തെ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തരാണോ?